പേറ്റുമാനൂർ സ്വദേശി ജൈനമ്മ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ സഹോദരന്റെ ചേർത്തലയിലെ വീടിന്റെ പറമ്പിൽ പരിശോധന നടക്കുകയാണിപ്പോൾ. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, നിർണായക തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം, തെളിവെടുപ്പ് എങ്ങനെ അശ്വിൻ? രജിത്ത്, രണ്ടാം തവണയും സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷമാണ് ചേർത്തലയിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. ചേർത്തലയിൽ തന്നെയുള്ള സെബാസ്റ്റിൻ്റെ സഹോദരൻ ക്ലെമറ്റിൻ്റെ വീട്ടിലാണ്, വീട് ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ വീട് പൊളിച്ചതാണ്. അതിനുശേഷം ഈ സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീണ്ടും നടത്തിയ മൊഴി രേഖപ്പെടുത്തലിനിടെയാണ്, ചോദ്യം ചെയ്യലിനിടെയാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്, അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സ്ഥലം ഒരു പ്രാഥമിക പരിശോധന എന്നുള്ള നിലയിൽ ഇതിനകത്തേക്ക് പരിശോധന നടത്തുന്നത്. ഇവിടെയെല്ലാം വലിയ ഈ വീടുണ്ടായിരുന്നതാണ്, ചെറിയ മുറ്റം മാത്രമാണ് സ്ഥലത്തിനുണ്ടായിരുന്നത്. വർഷങ്ങളെ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലമാണ്. ഈ സഹോദരൻ ക്ലെമറ്റ് വിദേശത്താണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ കൂടി നാട്ടിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. നിലവിൽ പ്രാഥമികമായി ജൈനമ്മയുടെ മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കളോ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കുഴിച്ചു പരിശോധനയൊന്നും ആദ്യഘട്ടത്തിലുണ്ടാകില്ല. ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യലിൽ മറ്റ് വിശദമായ വിവരങ്ങൾ ലഭിച്ചാൽ ഇവിടേക്ക് എത്തി വിശദമായ പരിശോധന ഉണ്ടാകും. നേരത്തെ എത്തിച്ചതുപോലെ റഡാർ അടക്കം എത്തിച്ചുള്ള പരിശോധനയ്ക്കായിരിക്കും ശ്രമം നടക്കുക. എന്തായാലും അടുപ്പിച്ച് ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് സെബാസ്റ്റ്യന്റെ സഹോദരന്റെ ചേർത്തലയിലെ വീടിന്റെ പറമ്പിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. അശ്വിൻ പാലാഴി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.